മാർക്കിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 17 ഒരു പ്രോബ്ലമാണ്. When 0.15 kilogram of ice at 0 degrees Celsius is mixed with 0.3 kilogram of water at 50 degrees Celsius in a container, the resulting temperature is 6.7 degrees Celsius. Calculate the latent heat of fusion of ice. Given specific heat capacity of water 4186 joule kilogram inverse Kelvin inverse. ഇവിടെ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ? 1 കിലോഗ്രാം മാസുള്ള ഒരു സബ്സ്റ്റൻസ് അതിനെ സോളിഡ് സ്റ്റേറ്റിൽ നിന്നും അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റിൽ വെച്ചിട്ട് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് ഹീറ്റിന് പറയുന്ന പേരാണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? 0.15 കിലോഗ്രാം മാസുള്ള ഐസ്, 0 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറുള്ള ഐസ്, ഇതിനെ 0.3 കിലോഗ്രാം മാസുള്ള 50 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലുള്ള വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുകയാണ്. ഈ മിക്സ്ചറിൻ്റെ ടെമ്പറേച്ചർ പിന്നെ എത്രയാവുന്നത്? 6.7 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറുന്നു. അപ്പോൾ നമ്മൾക്ക് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, ഐസ് ഹീറ്റ് ഗെയിൻ ചെയ്യുന്നു, വാട്ടർ ഹീറ്റ് ലൂസ് ചെയ്യുന്നു. ഐസ് ഹീറ്റ് നേടുമ്പോൾ വാട്ടറിന് ഹീറ്റ് നഷ്ടപ്പെടുകയാണ്. ഐസ് ഹീറ്റ് നേടിയിട്ട് 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 6.7 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തുമ്പോൾ വാട്ടറിന് ഹീറ്റ് നഷ്ടപ്പെട്ടിട്ട് 50 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 6.7 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറുകയാണ്. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, എത്ര എമൗണ്ട് ഓഫ് ഹീറ്റാണോ ഐസ് ഗെയിൻ ചെയ്തത് അത്രയും എമൗണ്ട് ഓഫ് ഹീറ്റ് ആർക്ക് നഷ്ടപ്പെടുന്നു? വാട്ടറിന് നഷ്ടപ്പെടുന്നു. അപ്പം അത് നമ്മൾ മാത്തമാറ്റിക്കലി എങ്ങനെ എഴുതും? വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ഐസ് ആൻഡ് വാട്ട് ഈസ് ദ ലോസ് ഓഫ് ഹീറ്റ് ഓഫ് വാട്ടർ? ഇത് നമ്മൾ എങ്ങനെ മാത്തമാറ്റിക്കലി എഴുതും? അപ്പോൾ നമുക്ക് ഐസിൻ്റെ കേസ് എടുക്കാം. ഐസിന് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്? 0.15 കിലോഗ്രാം മാസുള്ള ഐസ്, അത് സോളിഡ് സ്റ്റേറ്റിലാണ്, 0 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ. അതേ 0 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ, അതായത് അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റിൽ ഐസ് എന്തായിട്ട് മാറുന്നു? ഐസ് വാട്ടറായിട്ട് മാറുന്നു. അത് എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്യേണ്ടി വരും? അതിൻ്റെ ഇക്വേഷനാണ് M × LF, മാസ് ഓഫ് ഐസ് ഇൻറ്റു ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ്. ഇതാണ് ഇപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസിന് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറായിട്ട് മാറാൻ ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് ഹീറ്റ്. പിന്നെ ഐസിന് എന്താ സംഭവിക്കുന്നത്? പിന്നെ ഐസ് വാട്ടറായിട്ട് മാറി 0 ഡിഗ്രി സെൽഷ്യസിൽ. ഈ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് വാട്ടർ അതിൻ്റെ ടെമ്പറേച്ചർ എത്രയായിട്ട് വർദ്ധിക്കുന്നു? 6.7 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ആ സമയത്ത് അതിനാവശ്യമായിട്ട് വേണ്ട എമൗണ്ട് ഓഫ് ഹീറ്റ് എത്രയാണ്? അതിൻ്റെ ഇക്വേഷൻ എന്താണ്? മാസ് ഓഫ് ഐസ് വാട്ടർ ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു ഡെൽറ്റ ടി. ഇതാണ് ഐസ് ഗെയിൻ ചെയ്യുന്ന ഹീറ്റ്. ഇത് ഐസ് വാട്ടർ ആവാൻ വേണ്ടി ഗെയിൻ ചെയ്യുന്ന ഹീറ്റ്. ഇത് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 6.7 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗെയിൻ ചെയ്യുന്ന ഹീറ്റ്. ഇതെന്തിന് ഈക്വൽ ആയിരിക്കണം? വാട്ടറിന് നഷ്ടപ്പെടുന്ന, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ 0.3 കിലോഗ്രാം മാസുള്ള 50 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിന് നഷ്ടപ്പെടുന്ന ഹീറ്റിന് ഈക്വൽ ആയിരിക്കണം. അതെത്രയാണ്? ആ എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് വാട്ടർ ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ. ഇതൊക്കെ ഐസിൻ്റെ കേസാണ്. മാസ് ഓഫ് ഐസ് ഇൻറ്റു ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ പ്ലസ് മാസ് ഓഫ് ഐസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് ഐസ്. ഇവിടെ ഐസ് വാട്ടറായിട്ട് മാറുന്നുണ്ട്. ഈ ഇക്വേഷനാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി എത്രയാണ് മാസ് ഓഫ് ഐസ്? 0.15 kg. എത്രയാണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ? അതാണ് കണ്ടുപിടിക്കേണ്ടത്. പ്ലസ് 0.15 ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ തന്നിട്ടുണ്ട് 4186 ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ
ഐസിനുണ്ടായ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആണ്. 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 6.7 ഡിഗ്രി സെൽഷ്യസിലേക്ക്. അപ്പോൾ 6.7 മൈനസ് 0 ഈക്വൽ ടു മാസ് ഓഫ് വാട്ടർ എത്രയാണ്? 0.3 kg ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ 4186 ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ ആണ്. ആർക്കുണ്ടായ ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ? 50 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ 6.7 ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴുകയാണ്. ദാറ്റ് മീൻസ് 50 മൈനസ് 6.7, ദാറ്റ് ഈസ് 0.15 LF പ്ലസ് 0.15 ഇൻറ്റു 4186 ഇൻറ്റു 6.7 ഈക്വൽസ് 0.3 ഇൻറ്റു 4186 ഇൻറ്റു 43.3 എന്ന് കിട്ടും. 50 മൈനസ് 6.7 ഓർ 0.15 LF ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? 0.3 ഇൻറ്റു 4186 ഇൻറ്റു 43.3. ഇത് അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് 0.15 ഇൻറ്റു 4186 ഇൻറ്റു 6.7. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഇനി ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 50,169.21 ജൂൾ എന്ന് കിട്ടും. 50,169.21. അങ്ങനെയാണെങ്കിൽ LF ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 50,169.21 ഡിവൈഡഡ് ബൈ 0.15. ദാറ്റ് ഈക്വൽസ് നമുക്ക് കിട്ടുന്ന ആൻസർ 3.34 ഇൻറ്റു 10⁵5 ജൂൾ പെർ കിലോഗ്രാം. ഇതാണ് ഐസിൻ്റെ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അടുത്ത സെക്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ 18 മുതൽ 22 വരെ 4 മാർക്കിൻ്റെ സെഷനാണ്. അതിൽ ഏതെങ്കിലും 4 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. ആ സെക്ഷനിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അതായത് 18ാമത്തെ ക്വസ്റ്റ്യൻ, ദ അക്യുറസി ഇൻ മെഷർമെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ഓഫ് ദി മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ക്വസ്റ്റ്യൻ എ, സ്റ്റേറ്റ് വെദർ ദി എബവ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്. ഒരു മെഷർമെൻറ്റിലെ അക്യുറസി ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ലീസ്റ്റ് കൗണ്ട് എത്രത്തോളം കുറയുന്നുവോ അത്രത്തോളം എറർ കുറയും, അത്രത്തോളം അക്യുറസി ഇൻക്രീസ് ചെയ്യും. അതിലെ ബി ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലമാണ്. എ ഫിസിക്കൽ ക്വാണ്ടിറ്റി P ഈസ് റിലേറ്റഡ് ടു 4 ഒബ്സർവബിൾസ് A, B, C and D as P equals A cube B square by root C into D. The percentage errors in measurements of A, B, C and D are 1%, 3%, 2% and 3% respectively. What is the percentage error in the measurement of P? P equals A cube B square by root C into D. ഇതാണ് നമുക്ക് തന്ന ഇക്വേഷൻ. ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? പെർസെൻറ്റേജ് എറർ ഇൻ എ, അതായത് ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100, അത് 1% ആണെന്ന് തന്നിട്ടുണ്ട്. പെർസെൻറ്റേജ് എറർ ഇൻ ബി, ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100, 3% തന്നിട്ടുണ്ട്. അതേപോലെ പെർസെൻറ്റേജ് എറർ ഇൻ സി 2%, പെർസെൻറ്റേജ് എറർ ഇൻ ഡി 3%. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നത്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? പെർസെൻറ്റേജ് എറർ ഇൻ പി. പിയിലുള്ള പെർസെൻറ്റേജ് എറർ എത്ര? ഇപ്പം എന്താണ് ഇക്വേഷൻ? നമുക്കിവിടെ ഇക്വേഷൻ എഴുതാം. ഡെൽറ്റ പി ബൈ പി ഇൻറ്റു 100, ഇതാണ് പെർസെൻറ്റേജ് എറർ ഇൻ പി. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ദിസ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100 പ്ലസ് റൂട്ട് സി. റൂട്ട് സി എന്ന് പറഞ്ഞാൽ സി റൈസ് ടു 1/2 ആണ്. അതുകൊണ്ട് 1/2 ഇൻറ്റു ഡെൽറ്റ സി ബൈ സി ഇൻറ്റു 100 പ്ലസ് ഡി. ഡി മീൻസ് ഡി റൈസ് ടു 1, അതായത് 1 ഇൻറ്റു ഡെൽറ്റ ഡി ബൈ ഡി ഇൻറ്റു 100 അല്ലെങ്കിൽ ഡെൽറ്റ ഡി ബൈ ഡി ഇൻറ്റു 100.
അതായത് പെർസെൻറ്റേജ് എറർ ഇൻ പി ഈക്വൽസ്, അതാണ് ഡെൽറ്റ പി ബൈ പി ഇൻറ്റു 100 ഈക്വൽസ് 3 times percentage error in A plus 2 times percentage error in B plus 1/2 times percentage error in C plus percentage error in D. This equals 3 into, what is percentage error in A? 1% plus 2 into, what is percentage error in B? This is percentage error in A, this is percentage error in B, this is percentage error in C, and this is percentage error in D. What is percentage error in B? 3% plus 1/2 into, what is percentage error in C? 2% plus percentage error in D, 3%. That equals 3 into 1, 3% plus 2 into 3, 6% plus 1/2 into 2, 1% plus 3%. This equals 3 plus 6, 9, 9 plus 1, 10, 10 plus 3, 13%. That's the answer. അടുത്ത question. A stone tied to the end of a string 80 cm long is whirled in a horizontal circle with a constant speed. Question A. What is the angle between velocity and acceleration at any instant of motion? നമ്മൾക്കറിയാം സർക്കുലർ മോഷൻ്റെ കേസിൽ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ്റെ ഡയറക്ഷൻ ടുവേർഡ്സ് ദി സെൻറ്റർ ആണ് എലോങ് ദി റേഡിയസ്. അതേപോലെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എലോങ് ദി ടാൻജൻ്റ് ആണ്. റേഡിയസും ടാൻജൻറ്റും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. അതുകൊണ്ട് അവർക്കിടയിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. അതിൽ ബി ക്വസ്റ്റ്യൻ, ഇഫ് ദ സ്റ്റോൺ മേക്സ് 14 revolutions in 25 seconds, what is the magnitude of acceleration of the stone? നമ്മൾക്ക് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. എന്താണ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ്റെ ഇക്വേഷൻ? A ഈക്വൽസ് v²/r എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾക്ക് ഇവിടെ വെലോസിറ്റി തന്നിട്ടില്ല. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമ്മൾക്കറിയാം v ഈക്വൽ ടു എന്താണ്? r ഒമേഗയാണ്. അപ്പോഴേ A ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? r² ω²/r. That is equal to r ω² എന്ന് കിട്ടും. A ഈക്വൽസ് r ω². ഇവിടെ ഒമേഗ ഈക്വൽ ടു 2πf എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് എഫ്? ഫ്രീക്വൻസി. അങ്ങനെയാണെങ്കിൽ A ഈക്വൽ ടു എന്താ വരിക? r ഇൻറ്റു 2πf² അല്ലെങ്കിൽ r ഇൻറ്റു 4π²f² എന്ന് വരും. ഇവിടെ നമ്മൾക്ക് റേഡിയസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇവിടെ സ്ട്രിങ്ങിന്റെ ലെങ്ത് തന്നെയാണ് റേഡിയസ്. അത് എത്രയാണ്? 80 സെന്റിമീറ്റർ അല്ലെങ്കിൽ 0.8 മീറ്റർ. എന്താണ് എഫ്? ഫ്രീക്വൻസിയാണ്. നമുക്ക് ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കാം? എഫ് ഈക്വൽസ് n/t എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. n നമ്പർ ഓഫ് റെവല്യൂഷൻസ്, t ടൈം ടേക്കൺ ഫോർ n റെവല്യൂഷൻസ്. എത്രയാണ് n-ന്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത്? 14 revolutions in 25 seconds എന്ന് തന്നത്. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു എന്താ വരിക? 14/25 എന്ന് വരും. ഇനി നമ്മൾക്ക് ഈ വാല്യൂസ് ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് A ഈക്വൽസ് ആറിന് പകരം 0.8 ഇൻറ്റു 4 ഇൻറ്റു 3.14² ഇൻറ്റു f² 14² ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 9.89 m/s². അതായത് സെന്റിമീറ്റർ ആക്സലറേഷന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 9.89 m/s². നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കുന്നത്? A ഈക്വൽ ടു r ω². ആദ്യം നമുക്ക് A ഈക്വൽ ടു v² ബൈ r എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. v ഈക്വൽ ടു r ω എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് A ഈക്വൽ ടു r ω² എന്ന് കിട്ടും. ഒമേഗക്ക് പകരം 2πf എന്ന് കൊടുത്തു കഴിഞ്ഞാൽ A ഈക്വൽ ടു r ഇൻറ്റു 4π²f² എന്ന് കിട്ടും. r റേഡിയസ് അല്ലെങ്കിൽ സ്ട്രിങ്ങിന്റെ ലെങ്ത് തന്നെയാണ് റേഡിയസ്. എഫ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഫ്രീക്വൻസി ഈക്വൽസ് നമ്പർ ഓഫ് റെവല്യൂഷൻസ് ബൈ ടൈം ടേക്കൺ n/t. അതായത് 14/20. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 9.89 m/s². 20ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് വെക്ടർ A ഈസ് പെർപെൻഡിക്കുലർ ടു വെക്ടർ B, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് വെക്ടർ A ഡോട്ട് ടു വെക്ടർ B? ആൻസർ 0. നമ്മൾക്കറിയാം
vector A dot vector B is equal to magnitude of vector A into magnitude of vector B into cos theta ആണ്. എയും ബിയും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണെങ്കിൽ തീറ്റ 90 ഡിഗ്രി ആവും, കോസ് 90 0 ആണ്. അതുകൊണ്ട് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈസ് ഈക്വൽ ടു 0 വെൻ എ ആൻഡ് ബി ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അതിലെ ക്വസ്റ്റ്യൻ ബി, ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഫോഴ്സ് വെക്ടർ എഫ് ഈക്വൽസ് 3 i cap plus 4 j cap minus 5 k cap Newton and displacement vector d equals 5 i cap plus 4 j cap plus 3 k cap meter. നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നത് വെക്ടർ എഫ് ഈക്വൽസ് 3 i cap plus 4 j cap minus 5 k cap Newton, വെക്ടർ d ഈക്വൽസ് 5 i cap plus 4 j cap plus 3 k cap meter. എന്താ കണ്ടുപിടിക്കാൻ പറയുന്നത്? എഫിനും ഡിക്കും ഇടയിലുള്ള ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾക്കറിയാം വെക്ടർ എഫ് ഡോട്ട് വെക്ടർ ഡി ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ഡി ഇൻറ്റു കോസ് തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? വെക്ടർ എഫ് ഡോട്ട് വെക്ടർ ഡി ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ഡി. ഇതാണ് ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. കോസ് തീറ്റ ഈക്വൽസ് എഫ് ഡോട്ട് ഡി ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡി. ഇനി എന്താണ് എഫ് ഡോട്ട് ഡി? എഫ് ഡോട്ട് ഡി നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. എഫ് ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാം? 3 into 5 15 plus 4 into 4 plus 16 plus minus 5 into 3 minus 15. 15 minus 15 cancel ആയി ബാക്കി വരുന്നത് 16. അപ്പോൾ എഫ് ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു നമുക്ക് 16 എന്ന് കിട്ടി. ഇനി അടുത്തത് എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എഫ് എന്താണ്? റൂട്ട് ഓഫ് വെക്ടർ എഫിന്റെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് മൈനസ് 5ന്റെ സ്ക്വയർ, അതായത് 9 പ്ലസ് 16 പ്ലസ് 25 ഇസ് ഈക്വൽ ടു നമുക്ക് റൂട്ട് 50 എന്ന് കിട്ടും. അതേപോലെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ഡി. ഇനി വെക്ടർ ഡിയുടെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? റൂട്ട് ഓഫ് വെക്ടർ ഡിയുടെ കമ്പോണൻസ് ഏതൊക്കെയാണ്? 5 4 3. അപ്പോൾ എത്രയും മാഗ്നിറ്റ്യൂഡ് വരിക? റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ, അതായത് 25 പ്ലസ് 16 പ്ലസ് 9 ഈസ് ഈക്വൽ ടു റൂട്ട് 50 എന്ന് തന്നെയാണ് കിട്ടും. ഇനി നമ്മൾ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? കോസ് തീറ്റ ഈക്വൽസ് എഫ് ഡോട്ട് ഡി 16 ആണ് ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ് റൂട്ട് 50 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡി അതും റൂട്ട് 50. ഓർ വി ഗെറ്റ് കോസ് തീറ്റ ഈക്വൽസ് 16 ഡിവൈഡഡ് ബൈ റൂട്ട് 50 ഇൻറ്റു റൂട്ട് 50 എത്രയാണ്? 15 ആണ്. 16 ഡിവൈഡ് ബൈ 50, സോറി റൂട്ട് 50 ഇൻറ്റു റൂട്ട് 50 50 ആണ്. അപ്പോൾ കോസ് തീറ്റ ഈക്വൽ നമുക്ക് എന്ത് കിട്ടും? 16/50 എന്ന് കിട്ടും. 16/50യുടെ വാല്യൂ 0.32 എന്നാണ്. അപ്പോൾ കോസ് തീറ്റ ഈക്വൽ ടു നമുക്ക് 0.32 എന്ന് കിട്ടും. ഇതിൽ നമുക്ക് തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് പറയാം? കോസ് ഇൻവേഴ്സ് 0.32. അത് നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 71 ഡിഗ്രി എന്ന് കിട്ടും. ഇതാണ് എഫിനും ഡിക്കും ഇടയിലുള്ള ആംഗിൾ. ഇത്ര വരെ ചെയ്താൽ മതി. തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 0.32 എന്ന് എഴുതിയാൽ മതി. 21ാമത്തെ ക്വസ്റ്റ്യൻ, സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് എ ഡിവൈസ് ഈസ് ഗിവൺ ബിലോ. റൈറ്റ് ദ ഇക്വേഷൻ ഫോർ ദി എഫിഷ്യൻസി ഓഫ് ദി ഡിവൈസ്. പിക്ചർ റെപ്രസെന്റ് ചെയ്യുന്നത് ഹീറ്റ് എഞ്ചിനെയാണ്. നമ്മൾക്കറിയാം ഒരു ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി എന്താണ്? ഇക്വേഷൻ ഈറ്റ ഈക്വൽസ് 1 മൈനസ് Q2 ഡിവൈഡ് ബൈ Q1 ഓർ ഈറ്റ ഈക്വൽസ് 1 മൈനസ് T2 ഡിവൈഡ് ബൈ T1. ഇവിടെ Q1 സോഴ്സിൽ നിന്നും അബ്സോർബ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ്. Q2 സിങ്കിലേക്ക് ലിബറേറ്റ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ്. അതേപോലെ T1 സോഴ്സിന്റെ ടെമ്പറേച്ചർ ആണ്, T2 സിങ്കിന്റെ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ നമുക്ക് എഫിഷ്യൻസിക്ക് ഈ രണ്ടിലൊരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. 1 മൈനസ് Q2 ബൈ Q1 അല്ലെങ്കിൽ 1 മൈനസ് T2 ബൈ T1. അതിലെ ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദി നെയിം ഓഫ് ദി 4 പ്രോസസ്സസ് ഇൻ ദി വർക്കിംഗ് സൈക്കിൾ ഓഫ് ദി ഡിവൈസ്. ഹീറ്റ് എഞ്ചിൻ്റെ വർക്കിംഗ് സൈക്കിളിൽ 4 പ്രോസസ്സുകൾ: ഐസോതെർമൽ എക്സ്പാൻഷൻ,
അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡിയാബാറ്റിക് കംപ്രഷൻ. അതിലെ ക്വസ്റ്റ്യൻ സി, ഇഫ് T1 ഈക്വൽസ് 100 ഡിഗ്രി സെൽഷ്യസ്, T2 ഈക്വൽസ് 0 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് Q1 ഈക്വൽസ് 4200 ജൂൾ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് Q2. ഇവിടെ നമ്മൾക്ക് സോഴ്സിന്റെ ടെമ്പറേച്ചർ T1 ഈക്വൽ ടു 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് തന്നിട്ടുണ്ട്. അതിനെ കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റുമ്പോൾ 273 കൊണ്ട് ആഡ് ചെയ്യുക, അപ്പോൾ 373 കെൽവിൻ എന്ന് കിട്ടും. T2 ഈക്വൽ ടു 0 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് തന്നത്. കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റുമ്പോൾ 273 കെൽവിൻ. അതേപോലെ Q1 ഈക്വൽ ടു 4200 ജൂൾ എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് Q2ന്റെ വാല്യൂ ആണ്. വാട്ട് ഈസ് Q2? നമ്മൾക്കറിയാം ഒരു ഹീറ്റ് എഞ്ചിന്റെ എഫിഷ്യൻസി ഈറ്റ ഈക്വൽ ടു എന്താണ്? 1 മൈനസ് Q2 ഡിവൈഡ് ബൈ Q1 ആണ്. ഇതേ എഫിഷ്യൻസിയുടെ വേറൊരു ഇക്വേഷൻ ആണ് ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചർ. എന്താണ്? 1 മൈനസ് T2 ബൈ T1. അപ്പൊ ഈ രണ്ട് ഇക്വേഷനും സെയിം ആയതുകൊണ്ട് 1 മൈനസ് Q2 ബൈ Q1ഉം 1 മൈനസ് T2 ബൈ T1ഉം ഈക്വൽ ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് എഴുതാം? സിൻസ് 1 മൈനസ് Q2 ബൈ Q1 ഈക്വൽ ടു 1 മൈനസ് T2 ബൈ T1, we can write Q2 by Q1 equal to T2 by T1 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ Q2 by Q1 equal to T2 by T1 ആണെങ്കിൽ Q2 is equal to എന്തായിരിക്കും? Q1 into T2 by T1 ആയിരിക്കും. Q1 into T2 divided by T1. ഇനി ഈ വാല്യൂസ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. Q1ന്റെ വാല്യൂ 4200, T2ന്റെ വാല്യൂ 273 ഡിവൈഡ് ബൈ 373. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 3074 ജൂൾ എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് തന്ന രണ്ട് ടെമ്പറേച്ചറിനെയും എന്തിലേക്ക് മാറ്റിയിട്ടുണ്ടാവണം? കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റിയിട്ടുണ്ടാവണം.